ഇന്ദ്രജിത്ത് വിത്ത് മീ. വെൽക്കം ടു മൈ ഷോ പൂർണിമ. താങ്ക് യു മഞ്ജു. എത്രയോ വട്ടം ഇതുപോലെ എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഇന്റർവ്യൂ ഒക്കെ ഹാൻഡിൽ ചെയ്തിട്ടുള്ള ഒരാളാണ് അല്ലേ? വളർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫേസ് തന്നെയായിരുന്നു അത്. അതെ, ടെലിവിഷൻ സ്ക്രീനിലാണ് എൻ്റെ തുടക്കം. ആങ്കറിങ് തന്നെയാണ് തുടക്കം. എനിക്ക് തോന്നുന്നു 15 വയസ്സാന്ന് തോന്നുന്നു. 15-16 അല്ല 10th കഴിഞ്ഞു, 16 വയസ്സാണ്. ഓക്കെ. സോ ആ സമയത്താണ് ഞാൻ പ്രോഗ്രാംസ് ചെയ്ത് തുടങ്ങുന്നത്. സാറ്റലൈറ്റ് ചാനൽ ആദ്യം വരുന്ന സമയത്ത് ആദ്യത്തെ ലോട്ടിൽ റിക്രൂട്ട് ചെയ്ത ഗ്രൂപ്പ് ഓഫ് ആങ്കേഴ്സിൽ ഒരാളാണ് ഞാൻ. അപ്പോൾ അവിടെ നിന്നുള്ള തുടക്കം, പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ആങ്കറിങ് ആക്ച്വലി കുറച്ച് കാലം വരെ ചെയ്തിരുന്നു. ഞാൻ ഇപ്പോഴും ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ഷോസ് മാത്രം, ഈ ചെറിയ ഈ നമുക്ക് ക്യാപ്സ്യൂൾ എപ്പിസോഡ്സ് ഒക്കെ ഉണ്ടാവില്ല, അങ്ങനെയൊക്കെ. ബട്ട് ഐ തിങ്ക് ഒരു അഭിനയം അതിൻ്റെ ഇടയിൽ കുറച്ച് വെച്ച് നിർത്തി ഒരു ചെറിയ ഇടവേളയൊക്കെ വന്നു. പക്ഷേ ഹോസ്റ്റ് ചെയ്യുന്നത് മാത്രം ഇടയ്ക്കിടയ്ക്ക് നല്ല നല്ല ഷോസ് വരുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന ഷോ ഒക്കെ ഞാൻ ഹോസ്റ്റ് ചെയ്യുമായിരുന്നു. ഓക്കെ. ഇപ്പൊ പ്രസന്റിൽ നിൽക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കട്ടിൽ ഒരു മുറി, എന്താ ഒരു പേര്, ഭയങ്കര ക്യാച്ചി പേരല്ലേ? ഭയങ്കര ക്യാച്ചി. നമുക്ക് എന്താണെന്ന് പിടുത്തവും കിട്ടത്തില്ല. എക്സാക്ട്ലി. എന്നാൽ രസമുള്ള പേര്. അതായത് ഒരു സിനിമയുടെ പേര് ആണ്. അതെ, അത് ഒരു സിനിമ കാണാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ മേ ബി ഈ കൈൻഡ് ഓഫ് പേരാണ്. ഞാനത് നേരത്തെ ഇതിനു മുന്നേ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ളതാ. എനിക്ക് പലേരി സാറ് ഷാനവാസ്കയും സ്ക്രിപ്റ്റ് വായിക്കാൻ വന്ന ദിവസം ഈ ടേബിളിൻ്റെ പുറത്ത് ബൈൻഡഡ് സ്ക്രിപ്റ്റ് ഇങ്ങനെ വെച്ചിരിക്കുമ്പോൾ എൻ്റെ പുറത്ത് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, ഒരു കട്ടിൽ ഒരു മുറി. അവിടുന്ന് പിന്നെ ഭയങ്കര ക്യൂരിയോസിറ്റി ബിൽഡപ്പാണ്. കാരണം ആ പേര് തന്നെ ഭയങ്കര, നേരത്തെ മഞ്ജു പറഞ്ഞ പോലെ എന്താണിത് എന്നറിയാനുള്ള, നമ്മൾ കഥ കേട്ട് തുടങ്ങുമ്പോഴും നമ്മൾ അതിൽ കൂടെ യാത്ര ചെയ്യാണ്. സോ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ്, ആദ്യം ഏറ്റവും കൂടുതൽ ക്യാച്ചിങ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ഈ പേര് തന്നെയാണ്. ഇത് കഴിഞ്ഞ് ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ പേര് തന്നെ വേണോ എന്നൊരു ഡിസ്കഷനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഒറ്റക്കാലിൽ വാശി പിടിച്ച് ഇത് തന്നെ മതി എന്ന് പറഞ്ഞിട്ട് അല്ല, ജനറലി ഉണ്ടാവുമല്ലോ അങ്ങനെ. ഐ മീൻ ഈ പേര് തന്നെയാണ് ആപ്റ്റ്, നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ തീർച്ചയായിട്ടും അതിൽ പിന്നണിയിൽ പ്രവർത്തിക്കുന്നവർക്ക് അവരുടേതായിട്ടുള്ള മാറ്റങ്ങൾ, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടാവാം. വെറുതെ ബ്രെയിൻ സ്റ്റോമിങ്ങും ആയിരുന്നിട്ടുണ്ടാവാം ആയിരിക്കാം. പക്ഷേ ഈ പേരിന് വേറൊരു കുഴപ്പം കൂടെ ഉണ്ട്. ആദ്യം ഞാൻ കേട്ടപ്പോൾ വിചാരിച്ചു ഒരു കട്ടിൽ ഒരു മുറി, ഏതോ ഒരു നമ്മൾ അവാർഡ് പാടെന്നൊക്കെ പറയുന്നത് പോലെ. എക്സാക്ട്ലി, അങ്ങനെ ഒരു തോട്ട് വന്നില്ല എന്ന് പറഞ്ഞ തെറ്റാവും. കാരണം അങ്ങനെ ഒരു സംസാരം വന്നിരുന്നു. ചിലപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും തോന്നിപ്പോകുമോ, ഭയങ്കര ഒരു ഓഫ് ബീറ്റ് ടൈറ്റിലായി പോയോ എന്നുള്ള രീതിയിലൊക്കെ. എനിക്കിഷ്ടം ഇതാണെന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ വോട്ട് എടുത്തിട്ടുണ്ടാവും ഉറപ്പായിട്ടും. പിന്നെ പലേരി സാറിന്റെ ടൈറ്റിലും ഇത് തന്നെയാണ്. രഘുനാഥ് പലേരി ആണോ ഇതിന്റെ ടൈറ്റിലൊക്കെ ഇട്ടത്? തന്നെയാണ്. ഓക്കെ. അദ്ദേഹത്തിന് തന്നെയല്ലേ ഈ പൊന്മുട്ടിയിടുന്ന താറാവൊക്കെ പുള്ളിയുടെ പേരാണ്? പൊന്മുട്ടിയിടുന്ന താറാവിന്റെ അദ്ദേഹം എഴുതിയിരിക്കുന്ന സിനിമകളെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ ഈ ടൈറ്റിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടൈറ്റിൽസ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതേ ഒരു ജോണറിനകത്തും വരും എന്നൊരു എക്സ്പെക്ടേഷനാണ് എനിക്കുള്ളത്. ത്രില്ലറാണോ? അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. ഐ മീൻ ത്രില്ലറാണോ, ബേസിക്കലി ഇറ്റ്സ് എ ലൈറ്റ് ഹാർട്ടഡ് ഫിലിം. അതെനിക്ക് ഉറപ്പായിട്ടും പറയാം. കാരണം അങ്ങനെ നെയിൽ ബൈറ്റിങ്, ഭയങ്കരമായിട്ട് ഇനി എന്ത് സംഭവിക്കാം, അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ സിനിമ മുഴുവനും കണ്ടിട്ടില്ല. ഞാൻ അഭിനയിച്ച ഭാഗം മാത്രം വെച്ചും പിന്നെ സ്ക്രിപ്റ്റ് വായിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസും വെച്ച് പറയണം. ഓക്കെ, അതെനിക്ക് പ്രോമിസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ലൈറ്റ് ഹാർട്ടഡ് ഫിലിമാണ്. ഞാൻ ശരിക്കും എൻജോയ് ചെയ്ത് പെർഫോം ചെയ്യുന്ന സമയത്താണെങ്കിലും ഇതിൽ ഓരോ കഥാപാത്രങ്ങളുടെ ഓരോ കാര്യങ്ങൾ, അവരുടെ ചെറിയ നുവാൻസസും ഡീറ്റെയിൽസും അവരുടെ ബാക്ക് സ്റ്റോറി എല്ലാം കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു എന്താ പറയുക, ഒരു ഇഷ്ടം ഉണ്ടാവില്ലേ. അതിനകത്തൊരു ഭാഗമാവുന്ന വ്യക്തി എന്നതിലും ഉപരി ഒരു സിനിമ ആസ്വാദക അല്ലെങ്കിൽ ഒരു കഥ വായിക്കുമ്പോൾ ഒരു റീഡറിനുണ്ടാവുന്ന ഒരു ഇൻഡൾജ്മെൻ്റ് ഉണ്ടാവില്ല. അപ്പോൾ അത് ഞാൻ ശരിക്കും ആ പ്രോസസ്സ് എൻജോയ് ചെയ്തിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഒരു കട്ടിൽ ഒരു മുറി, ഇത് നോർമലി അനുഭവിക്കുക പലപ്പോഴും ഈ ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്ന ആൾക്കാരായിരിക്കും. നമ്മൾ ഈ ഇടയ്ക്ക് പ്രേമലു പടം കണ്ടപ്പോഴും നമ്മൾ അതിനകത്ത് ഏറ്റവും വലിയൊരു സ്ഥലം ടോസ് ഇട്ടിട്ടൊക്കെ കട്ടിൽ. ശനി ഞായറും. അതെ. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ എപ്പോഴെങ്കിലും പൂർണിമ ഒരു കട്ടിൽ ഒരു മുറി അവസ്ഥ വന്നിട്ടുണ്ടോ? വന്നിട്ടില്ല, അങ്ങനെ വന്നിട്ടില്ല. പക്ഷേ ഇതിപ്പം എനിക്ക് തോന്നുന്നു ഈ പേരിന് ചുറ്റിപ്പറ്റി കുറേ ആൾക്കാർ ഇത് തന്നെ സബ്ജക്റ്റ് ഞങ്ങൾക്കറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോരുത്തർ ആദ്യം നമ്മൾ റിലീസ് അനൗൺസ് ചെയ്ത സമയത്ത് ടീസേഴ്സും ഇതൊക്കെ പോയ സമയത്ത് നമുക്ക് മെസ്സേജസ് വരുമല്ലോ. ഒരുപാട് പേർക്ക് വേണമെങ്കിൽ അങ്ങനെയൊക്കെ ഇന്റർപ്രറ്റ് ചെയ്യാം. അതൊരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവമാണ്. ഒരു കഥയുടെ പേരെടുത്ത് നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ അതിനൊരു കഥ സാരാംശം ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമല്ലേ. ലൈക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സ്റ്റോറിയാണത്.
സോ അതുപോലെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പുറത്ത് പറയാൻ പറ്റാത്ത എന്നാൽ ഭയങ്കര ക്വർക്കി നോട്ട്സ് ഒക്കെ ഉള്ള കുറേ മെസ്സേജസ് വന്നിട്ടുണ്ടായിരുന്നു. ബട്ട് ഇറ്റ് വാസ് വെരി ഇൻട്രസ്റ്റിംഗ് ഹൗ ഇറ്റ് ഈസ് ബീൻ പ്രോസസ്ഡ് ഇൻഡിവിജ്വലി എന്ന് പറയുന്നൊരു സംഭവം. ഓക്കെ, കമ്മിങ് ബാക്ക് ടു മൈ ക്വസ്റ്റ്യൻ, എൻ്റെ പേഴ്സണൽ ലൈഫിൽ അങ്ങനെ ഒരു കെട്ടിൽ ഒരു മുറി ഞാൻ ഹോസ്റ്റലിൽ ജീവിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു സംഭവമുണ്ട്. പിന്നെ ഈ കല്യാണം കഴിഞ്ഞ സമയത്ത് മുറികൾ രണ്ടുണ്ടായിട്ടുണ്ടെങ്കിലും കട്ടിലൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ആ ഒരു കട്ടിൽ ഒരു മുറി യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇപ്പൊ ഞാൻ മാത്രമല്ല ഇപ്പോൾ റിലേറ്റീവ്സ് വന്നാലും എല്ലാം നമ്മൾ ആ മുറിക്കകത്തുള്ള അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെയാണ്. പിന്നെ വീട്ടിലാ നമ്മൾ കല്യാണം കഴിഞ്ഞ് മാറിയ സമയത്ത് അല്ലാതെ ഈ ഇൻഡിവിജ്വലി ഈ പറയുന്ന പോലെ ഹോസ്റ്റലിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. കല്യാണം കഴിഞ്ഞിട്ട് മാറിയപ്പോ 2 മുറി ഉണ്ടെങ്കിലും ഒരു മുറിയും ഒരു കട്ടിലും ഒരു മുറി ഫേർണിഷ്ഡ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അതിനുള്ള പൈസ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങക്ക്. നല്ല നല്ല 22-23 വയസ്സിൽ ബാങ്കിൽ 10-15,000 രൂപ മാത്രം ബാങ്ക് ബാലൻസ് ഉണ്ടായിരുന്നപ്പോ കല്യാണം കഴിച്ചു പോയ ആൾക്കാരാണ് ഞങ്ങള്. സോ ഐ തിങ്ക് അത് എന്റെ മാത്രമല്ല, എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെയല്ലേ. നമ്മള് ഐ മീൻ വളരെ ഏർലി സ്റ്റേജ് ഓഫ് മാരേജ് എന്നല്ല ഞാൻ പറഞ്ഞ, ജനറലി ഐ തിങ്ക് ഒട്ടും ലൈഫിലൊട്ടും അങ്ങനെ സെറ്റിൽഡ് ആവാതെ കല്യാണം കഴിയുന്ന മിക്കവരുടെയും കഥ സെയിം തന്നെയാണെന്ന് എനിക്ക് തോന്നണേ. കാരണം അതിനകത്ത് ഭയങ്കര സൗന്ദര്യമുണ്ട്, ഭയങ്കര ഡെപ്ത് ഉണ്ട്. സോ ഇതിനകത്ത് എനിക്ക് തോന്നുന്നത് പൂർണിമ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള ഒരുപാട് എന്ന് ഞാൻ പറയില്ല, പക്ഷെ എങ്കിലും ചെയ്തിട്ടുള്ള റോളുകളിൽ നിന്നൊക്കെ വളരെ സ്പെഷ്യൽ ആയിരിക്കും അക്കമ്മ എന്നുള്ള ക്യാരക്ടർ തോന്നുന്നു. എസ്പെഷ്യലി യുവർ വോയിസ്, എസ്പെഷ്യലി യുവർ മോഡുലേഷൻ. ഒരുപാട് പേരുടെ കമന്റ് ഉണ്ട്, ഇന്ത കട്ടിൽ മട്ടു എന്നത്. സോ ഈ ഒരു തമിഴ് ഒബ്വിയസ്ലി നിങ്ങള് എനിക്കറിയില്ലായിരുന്നു പൂർണിമയ്ക്ക് പക്ഷെ തമിഴ് ടച്ചുള്ള ഒരാളാണെന്ന്. പേരൻസ് തമിഴ്നാട്ടിൽ നിന്നാണ്. ഓക്കെ, ഞാൻ ജനിച്ചു വളർന്നത് എറണാകുളത്താണ്. സോ തമിഴ് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ എക്സ്റ്റെൻഡഡ് ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും വരുമ്പോൾ എല്ലാവരും തമിഴാണ് സംസാരിക്കുന്നത്. പക്ഷേ ഈ സിനിമയിൽ സംസാരിക്കുന്ന പോലത്തെ തമിഴാണോ നിങ്ങൾ വീട്ടിൽ സംസാരിക്കുക? അതായത് പലരും മിക്കവരും പലയിടത്തു നിന്നുള്ളതാണ്. ഭൂരിപക്ഷവും എറണാകുളത്താണ്. പക്ഷെ സംസാരിക്കുമ്പോൾ മലയാളം കലർന്ന തമിഴാണ് എപ്പോഴും വരുന്നത്. പക്ഷെ അക്കമ്മയ്ക്കും അങ്ങനെയാ. അക്കമ്മയ്ക്കും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ബാക്ക് സ്റ്റോറി ഉണ്ട് കേട്ടോ. അക്കമ്മയുടെ തമിഴിനും ഒരു ഇൻട്രസ്റ്റിംഗ് ബാക്ക് സ്റ്റോറി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആ സിനിമയിൽ ഇപ്പോൾ നേരത്തെ മഞ്ജു പറഞ്ഞ പോലെ ആ പറയുന്ന രീതിക്കും ആ മോഡുലേഷനും ഒക്കെ ചിലപ്പോൾ അതുകൊണ്ടാവാം എന്ന് ആ സിനിമ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ബട്ട് അക്കമ്മ ജനറലി ഭയങ്കരമായിട്ട് തമിഴ് ഭാഷയെ സ്നേഹിക്കുന്ന ഒരു സ്ത്രീയാണ്. ഓക്കെ, അപ്പോൾ അവർക്ക് തമിഴിന ഉയിർ അങ്ങനെ അവർ പറയണേ. അപ്പോൾ അവർക്ക് എല്ലാത്തിലും ഭയങ്കര സന്തോഷം കാണുന്ന, ഭയങ്കര ചെറിയ ചെറിയ കാര്യങ്ങളിൽ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാകുന്ന, ലിവിങ് ഇൻ ദ മൂമെൻറ്റിലുള്ള വലിയ ടെൻഷനുകളൊന്നും ഇല്ലാത്ത ഹാപ്പി ഗോ ലക്കി വുമൺ ആണ്. ആൻഡ് അത് അവരെ ഏറ്റവും ഭംഗിയായിട്ട് കൺവേ ചെയ്യുന്നത് അവരുടെ ഭാഷയിലാണെന്നാണ് അവർ വിശ്വസിക്കുന്നത്, തമിഴ് ഭാഷയിലാണെന്നാണ് അവർ വിശ്വസിക്കുന്നത്. ആൻഡ് അവർക്കും ആ ഭാഷയ്ക്കും ഒരു കണക്ഷൻ ഉണ്ട്. അപ്പം അത് ആ സിനിമയിൽ ഭയങ്കര നല്ല ഭംഗിയായിട്ട് പറഞ്ഞു പോയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു കമ്മിങ് ബാക്ക് ഉണ്ടല്ലോ, ആഫ്റ്റർ 17 years വൈറസിലൂടെ തിരിച്ചു വരുന്നു. ഈ തിരിച്ചു വരുമ്പോൾ പൂർണിമയുടെ ശബ്ദമാണ് കൊടുക്കുന്നത്. അതെ, ഞാൻ പക്ഷെ പോകുമ്പോൾ പൂർണിമയുടെ ശബ്ദം കൊടുത്തിട്ടില്ല. ആക്ച്വലി ഞാൻ ട്രൈ ചെയ്തിരുന്നു. പക്ഷേ ഈ പറയുന്ന പോലെ കഥാപാത്രങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ശബ്ദമാണ് വേണ്ടത് എന്ന് പറയുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു 1-2 സിനിമകളിൽ എനിക്ക് വേറെ വോയിസ് ഡബ്ബാ ചെയ്തിരുന്നത്. പക്ഷെ തിരിച്ചു വരവിൽ ഞാൻ പറഞ്ഞില്ല, തിരിച്ചു വരുന്ന സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മലയാള സിനിമയുടെ പുതിയ കാലഘട്ടത്തിലോട്ടാണ് ഞാൻ വരുന്നത്. അപ്പോൾ സിങ്ക് സൗണ്ടിൻ്റെ കാലഘട്ടത്തിലോട്ടാണ് ഞാൻ വരുന്നത്. അപ്പം ആ സമയത്ത് വൈറസ് സിങ്ക് സൗണ്ട് ആയിരുന്നോ? വൈറസ് സിങ്ക് സൗണ്ട് ആയിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. യെസ്. ഓക്കെ. ആൻഡ് ദെൻ ഈ പറയുന്ന പോലെയും എനിക്ക് പിന്നെ കുറച്ചുകൂടെ സ്വാതന്ത്ര്യം അവനവൻ്റെ ശബ്ദത്തിൽ സംസാരിക്കുമ്പോഴാണ്. കാരണം അത് നമുക്കിപ്പോൾ സിങ്ക് സൗണ്ട് ആകുമ്പോൾ അത് തീർച്ചയായിട്ടും നമുക്ക് ഇത്തിരി ഡയലോഗ്സ് ഭയങ്കരമായിട്ട് പഠിക്കണം, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളൊരു എല്ലാ കാര്യങ്ങളും നമ്മുടെ വെറുതെ പോയി നേരത്തെ പോലെ പ്രോംപ്റ്റ് കേട്ട് അങ്ങനത്തെ പരിപാടിയൊന്നും പറ്റില്ലല്ലോ. സോ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് ക്രിസ്പായിട്ട് നമുക്ക് പറയാനുള്ള കാര്യങ്ങളും ആ ഫുൾ സീനും നമ്മുടെ മൈൻഡിൽ ബൈ ഹാർട്ട് ആയിരിക്കണം. നമ്മുടെ ഡയലോഗ് മാത്രമല്ല, ഓപ്പോസിറ്റ് ആയിട്ടുള്ള വ്യക്തിയുടെയും എല്ലാ ആക്ടേഴ്സിനും അങ്ങനെ തന്നെയാണ്. ടൈമിങ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു അവനവൻ്റെ ശബ്ദത്തിൽ പറഞ്ഞു പോകുമ്പോൾ അതിനൊരു ഫ്ലോ ഉണ്ട്, ഒരു സ്പോണ്ടേനിറ്റി ഉണ്ട്. രണ്ടിനും അതിൻ്റേതായിട്ടുള്ള പ്ലസ് ആൻഡ് മൈനസസ് ഉണ്ട്. പക്ഷേ ഞാൻ ഇത് കൂടുതൽ എൻജോയ് ചെയ്തത് ഇത് എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ടാണ്. ബട്ട് ഹാവിങ് സെഡ് ദാറ്റ്
ഞാൻ ആക്ച്വലി വളരെ വർഷം എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. എനിക്കൊരു 10-14 വയസ്സുള്ള സമയത്ത് ഒരു ടെലിഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു, ഓക്കെ. PN മേനോൻ സാറുടെ. ആ സമയത്ത് ഞാൻ സിംഗ് സൗണ്ട് ചെയ്തിട്ടുണ്ട്. ഓ, സോ അതൊരു 1995 കാലഘട്ടത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. 95-96 സമയത്ത്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു എനിക്കത്. കാരണം ഇങ്ങനത്തെ ഒരു സംഭവം, ഇത് വേറെന്തോ പുതിയ ടൈപ്പാന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു. കാരണം ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അത്. വൈറസിന് വന്നപ്പോഴത്തേക്കും ഇതൊക്കെ ഞാൻ പണ്ടേ ചെയ്തതാ. ആങ്കറിങ് ചെയ്യുന്നവർക്ക് ഐ മീൻ ഇത് മൈക്കും സിസ്റ്റവും നമുക്കത് കോൺസ്റ്റന്റ്ലി ഉള്ള കാര്യമല്ലേ. ആക്ടേഴ്സിനാണ് അതൊരു. ഞാനും പുതിയതായിട്ട് ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ ഏറ്റവും പുതിയ ആള് ഞാനാ. ബാക്കി അവിടെ ഉള്ളവരെല്ലാവർക്കും ഐ തിങ്ക് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരല്ലേ. ഈ പുതിയ സിംഗ് സൗണ്ട് ആണെങ്കിലും ഈ ന്യൂ ടെക്നോളജി ഇൻ സിനിമ എല്ലാം എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഭയങ്കര കാണാപ്പണം പഠിച്ചിട്ടുള്ള ആൾക്കാരുടെ കൂടെ. സത്യമല്ലേ? അതായത് വൈറസിൽ അഭിനയിക്കാൻ വന്നപ്പോ പൂർണിമ ശരിക്കും ഒരു ബാലതാരമായിരുന്നു. വൺസ് അപ്പോൺ എ ടൈം ഞാനും ഈ പറയുന്ന പോലെ പൂർണിമയ്ക്ക് ഡബ് ചെയ്തിട്ടുണ്ട്. വാവ, ഞാൻ പറഞ്ഞിട്ടില്ലേ, വാവ സീരിയലില്. പക്ഷെ ആ ഒരു സമയത്ത് പൂർണിമ സീരിയലിൽ അഭിനയിക്കുന്നുണ്ടായിരുന്നു, സിനിമയിലും അറ്റ് ദ സെയിം ടൈം ഉണ്ടായിരുന്നു. പക്ഷെ പൊതുവേ അത് ഭയങ്കര ഒരു എന്താ പറയുക, ആൾക്കാർ പൊതുവെ പറയുക സീരിയലിൽ അഭിനയിക്കുന്ന ആൾക്കാരെ സിനിമയിൽ എടുത്തിട്ടുണ്ടെങ്കിൽ സീരിയലിന് ആ ഒരു സ്റ്റിഫ്നെസ്, സീരിയലിന് എപ്പോഴും ആ ഒരു സ്റ്റിഫ്നെസ് എപ്പോഴും നമ്മളെപ്പോഴും പറയുമല്ലോ. അത് ഈവൻ ഡബ് ചെയ്യുന്ന ആൾക്കാർക്ക് പോലും പറയും. സീരിയലിൽ ഡബ് ചെയ്ത ആൾ സിനിമയിൽ ഡബ് ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു ഫ്ലോ കിട്ടില്ല, നോർമൽ നാച്ചുറൽ വേയിൽ വരില്ല. അതെ. അപ്പം അവിടെ എങ്ങനെയാണ് പൂർണിമ രണ്ടിലും കയറിയങ്ങ് താരമായത്? അത് ബേസിക്കലി ഞാൻ സ്മോൾ സ്ക്രീനിൽ പെർഫോം ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് എനിക്ക് വലിയ സ്ക്രീനിൽ ഓഫർ വരുന്നത്. സോ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി നിർത്തിയിട്ട് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കണ്ടിന്യൂ ചെയ്യണമല്ലോ. അത് സ്വാഭാവികമായിട്ട് നമ്മുടെ ഒരു കമ്മിറ്റ്മെൻറ്റിൻ്റെ ഭാഗമല്ലേ. പക്ഷെ അത് ഞാൻ അഭിനയിച്ചുകൊണ്ടിരുന്ന സീരിയൽ ആ സമയത്ത് പെയ്തൊഴിയാതെ എന്ന് പറയുന്ന സീരിയൽ അഭിനയിച്ചുകൊണ്ടിരുന്നത് ആക്ച്വലി എനിക്ക് തോന്നുന്നു സ്ക്രീനിലെ ചെറിയ സ്മോൾ സ്ക്രീനിലെ ആദ്യത്തെ മെഗാ സീരിയലുകളിൽ ഒന്നാണ്. അന്നത്തെ കാലഘട്ടത്തിൽ എല്ലാ ദിവസമായിരുന്നില്ല, എല്ലാ ആഴ്ചയിലും എല്ലാ തിങ്കളാഴ്ച രാത്രി 8 മണിക്കായിരുന്നു ഈ ടെലികാസ്റ്റ് ഉണ്ടായിരുന്നത്. സോ മെഗാ സീരിയൽ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് വന്ന സമയത്ത് എവറി ഡേ ആയിരുന്നിട്ടുണ്ടായിരുന്നില്ല, എവറി വീക്ക് ആയിരുന്നു അത്. സോ ആ സീരിയൽ വളരെ പോപ്പുലർ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ വർണ്ണക്കാഴ്ചകൾ എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിക്കുന്നത്, ദിലീപിന്റെ കൂടെ. അപ്പോൾ ആ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് ഈ പറയുന്ന പോലെ ഈ സീരിയലും വളരെ പോപ്പുലറായിട്ട് ഭയങ്കര എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഹിറ്റ് സീരിയലുകളിൽ ഒന്ന് തന്നെയാണ്. അപ്പോൾ ഞാൻ ഈക്വലി എൻജോയ് ചെയ്യുന്ന കാര്യമാണ്. കാരണം ഞാൻ അതിനകത്ത് ചെയ്തിരിക്കുന്ന കഥാപാത്രമാണെങ്കിലും പ്രേക്ഷകർ ഇരുകൈ നീട്ടി സ്വീകരിച്ച വളരെ എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, എനിക്ക് പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു കഥാപാത്രം തന്നെയായിരുന്നു അത്. ഞാൻ വളരെയധികം എൻജോയ് ചെയ്തിട്ടുള്ളൊരു ക്യാരക്ടർ തന്നെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കണ്ടിന്യൂ ചെയ്തു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് സിനിമകൾ ഞാനിപ്പോൾ അത് വലിയേട്ടനും രണ്ടാം ഭാവവും വർണ്ണക്കാഴ്ചകൾ കഴിഞ്ഞിട്ട് അടുപ്പിച്ചാണ് ചെയ്തത് രണ്ടും. സോ കൊണ്ടുപോകാൻ പറ്റുന്നിടത്തോളം കാലം ട്രൈ ചെയ്യാം എന്ന് തന്നെയായിരുന്നു ആഗ്രഹം. ഒന്ന് നിർത്തിപ്പോകുന്നതിൽ കാര്യമില്ല എന്ന് എനിക്ക് മനസ്സിൽ തോന്നിയിരുന്നു. കാരണം തുടക്കം ഞാൻ ടെലിവിഷൻ സ്ക്രീനിലൂടെയാണ്. അപ്പം അങ്ങനെ ആ സമയത്ത് ഉണ്ടായിരുന്നു, സിനിമയിൽ അഭിനയിക്കുമ്പോൾ പറയും ഇനിയിപ്പോൾ സീരിയലൊന്നും ചെയ്യരുത്, ഇനിയിപ്പോൾ സിനിമയിൽ ചെയ്താൽ സീരിയൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി നിർത്തി വെച്ചിട്ട് വരാൻ എനിക്കത് മനസ്സിലുണ്ടായിരുന്നില്ല ആ സമയത്ത്. തെറ്റാന്ന് എനിക്ക് തോന്നിയിരുന്നു. ദൈവാനുഗ്രഹം കൊണ്ട് ഇന്നത്തെ ഈ കാലം വരെ ടെലിവിഷനും സിനിമയും ഒരുപോലെ കൊണ്ടുപോകാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ ഫേസ്. ഇപ്പോൾ നമ്മൾ ടെലിവിഷൻ ഇപ്പം സീരീസ് എന്ന പേരിലാണെങ്കിൽ പോലും, OTT എന്ന പേരിലാണെങ്കിൽ പോലും സ്മോൾ സ്ക്രീൻ ഹാസ് ടേക്കൺ ഓവർ അല്ലേ. സോ ഇറ്റ്സ് ജസ്റ്റ് എ സൈക്കിൾ. അതെ. പക്ഷെ നമ്മൾ മലയാള സിനിമയിൽ മാത്രം ആയിട്ട് ഒതുങ്ങിയിട്ടില്ല. നമ്മൾ ഇടയ്ക്ക് ഇംഗ്ലീഷ് പടത്തിലൊക്കെ പോയി അഭിനയിച്ചു. അയ്യോ, അത് പണ്ടാണ്. അത് ഇംഗ്ലീഷ് പടത്തിൽ പോയി അഭിനയിച്ചു എന്നൊന്നുമല്ല. അതിന്റെ പേരെന്തായിരുന്നു? ഒരു കോട്ടൺ മേരി. പിന്നീട് ഹിന്ദിയിൽ വന്ന സിനിമ അതിനകത്ത് സിസ്റ്റർ മേരി ആയിരുന്നു. കോട്ടൺ മേരി എന്ന് പറയുന്നത് അത് ബേസിക്കലി അങ്ങനെ ഒരു കഥാപാത്രം അതൊന്നും പറയാനുണ്ടായിരുന്നില്ല. അവർ എറണാകുളത്ത് ഷൂട്ട് ചെയ്ത ഫോർട്ട് കൊച്ചിൻ ബേസ്ഡ് ആയിട്ട് ഷൂട്ട് ചെയ്തിരുന്ന ഒരു സിനിമയാണത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു ചെറിയ റോൾ വാട്ട്സ് എവർ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. ബിക്കോസ് ഇൻ ഓൾ വേസ് ഇന്നും ഞാൻ വെൻ ഐ റീകോൾ ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഭയങ്കര എക്സ്പോഷർ ആയിരുന്നു എനിക്ക് അന്നത്തെ കാലത്ത്. 14-15 വയസ്സല്ലേ ഉള്ളൂ. സോ ആ ടൈമിൽ തന്നെ ആയിരുന്നു അല്ലേ. ഒരു മൾട്ടി ക്യാമറ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്, പിന്നെ ഒരു വലിയ ഈ പറഞ്ഞ പോലെ ഓപ്പൺ ഏരിയയിൽ ക്യാമ്പ് സെറ്റ് ചെയ്ത്
ഫുൾ ക്രൂ ഇറങ്ങി ഷൂട്ട് ചെയ്യാതെ ഒരു സെക്ഷൻ ഫുൾ ഹെയർ ആൻഡ് മേക്കപ്പ്, ഒരു സെക്ഷൻ ഫുൾ ആർട്ട് ആൻഡ് സൗണ്ട്, അങ്ങനെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ശരിക്കും ഒരു എക്സ്പോഷർ ആയിരുന്നു. അത് പോയിട്ടൊരു പിക്നിക്കിന് പോണ പോലെ എല്ലാം കണ്ട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഐ തിങ്ക് ഐ വർക്ക്ഡ് ഫോർ 4 days. ഹിന്ദിയിലേക്ക് പോയതപ്പം എങ്ങനെയായിരുന്നു? അവർ കൊബോൾട്ടും ടൂറിന് ശരിക്കും പറഞ്ഞാൽ സച്ചിൻ പേഴ്സണലി എന്നെ വിളിക്കുമായിരുന്നു. ഓക്കെ. സച്ചിൻ പേഴ്സണലി എന്നെ വിളിച്ച് ഇങ്ങനെ ഒരു കഥാപാത്രമാണ്, കഥ നറേറ്റ് ചെയ്ത് ഈ സിസ്റ്റർ മേരി എന്നുള്ള കഥാപാത്രമാണെന്ന് പറഞ്ഞ്. സോ ദാറ്റ്സ് അബൌട്ട് ഇറ്റ്. പക്ഷെ അത് ഇംഗ്ലീഷിലാണ് കൂടുതൽ. അതിനകത്ത് മറാഠിയും ഉണ്ട്, കുറച്ച് ഹിന്ദിയുണ്ട്, പിന്നെ ഇംഗ്ലീഷാണ് മെയിൻ കമ്മ്യൂണിക്കേഷൻ ലാംഗ്വേജ് ഉള്ളത്. ഓക്കെ. ഹിന്ദി ആസ് സച്ച് ആയിട്ട് ആദ്യം വരുന്നത് കാലാപാനി തന്നെയാണ്. ആ. അപ്പോൾ കാലാപാനി വാസ് എ പ്രോപ്പർ ഔട്ട് ആൻഡ് ഔട്ട് ഹിന്ദി സീരീസ്. നമ്മളുടെ ആദ്യത്തെ പടം ഈ 1 മുതൽ 0 വരെ ആയിരുന്നു. ആ, നമ്മൾക്ക് ഗീതു മോഹൻദാസിനെ മാത്രമേ അറിയില്ലായിരുന്നു. പക്ഷെ അതില് പൂർണിമ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഞാൻ പാടിയിട്ടുണ്ട്, കുക്കുബേര സിങ്സ് ഓൺ ആൻ ഓൾഡ് ഗം ട്രീ മേരി മേരി. അതിലും ലിറിക്സ് മറന്നായി. ലാ കുക്കുബേര സിങ്സ് ഓൺ ആൻ ഓൾഡ് ഗം ട്രീ. ഗീതു പാടുന്ന ഒരു റൈമാണത്. അതിനകത്ത് ഗീതുവിന്റെ ക്ലാസ്മേറ്റ് ആണോ? ഓക്കെ. അപ്പൊ സ്കൂളിൽ അത് സ്കൂളിൽ കാണിക്കുന്ന സമയത്ത് പാട്ട് കാണിക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് കുറേ കുട്ടികളുണ്ടല്ലോ, അതിനകത്തൊരു കുട്ടി ഞാൻ. അങ്ങനെ ആദ്യത്തെ സിനിമ എന്ന് പറയാനെങ്കിലും ഒക്കെ. അതെ അല്ലേ? പക്ഷെ പലേരി സാർ ഇപ്പോഴും പറയും, അത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര കൗതുക. കയ്യിലിങ്ങനെ പിടിച്ചുകൊണ്ട് ഭയങ്കര വെറുതെയായിരുന്നു അത്. പിന്നെ അദ്ദേഹം മാത്രമായിട്ട് പറയേണ്ട കാര്യമില്ല. പക്ഷെ ഇങ്ങനെ ഒരു കയ്യിൽ പിടിച്ചുകൊണ്ട് നടക്കായിരുന്നു എല്ലായിടത്തും. അത് ഏത് ഏജ് ആയിരുന്നു അപ്പൊ പൂർണിമയ്ക്ക്? 6, 7, 6. 6 വയസ്സ്. ആ സമയത്തൊക്കെ നല്ല തല്ലുള്ളിയായിരുന്നു എന്ന് പൂർണിമയും പൂർണിമയുടെ അമ്മയും ഒക്കെ സമ്മതിക്കുന്നുണ്ട്. ചെയ്തിട്ടുള്ള കുസൃതരങ്ങൾ കുറുമ്പത്തിരി കൂടുതലായിരുന്നു. പിന്നെ ചെറിയ അനിയത്തി ഉണ്ടായിരുന്നു. അതൊരു ബൊമ്മയെ പോലെ സംസാരിക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എളുപ്പമാണല്ലോ, ഉപദ്രവിച്ചാലും കുഴപ്പമില്ല. അവളെ എല്ലാം ഞൂണ്ടലും എല്ലാം ഞൂണ്ടിയിട്ടൊക്കെ ഫുൾ ഉപദ്രവം അവളുടെ അടുത്തായിരുന്നു. പക്ഷേ ഞാൻ ബേസിക്കലി വളർന്നത് ഒരു നഴ്സറി സ്കൂൾ ആംബിയൻസിലാണ്. അത് മിക്കവർക്കും ചിലപ്പോൾ അറിയാം, കാരണം ഞാൻ കുറേ ഇൻ്റർവ്യൂസിൽ പറഞ്ഞിട്ടുണ്ട്. എറണാകുളത്ത് ആദ്യത്തെ നഴ്സറി സ്കൂൾ എൻ്റെ അമ്മയുടെ ആയിരുന്നു. ശാന്തിനികേതൻ എന്നായിരുന്നു പേര്. ഞാൻ ജനിച്ച് വളർന്ന എനിക്ക് ഓർമ്മയുള്ള കാലം തൊട്ട് എൻ്റെ ചുറ്റും കുഞ്ഞുങ്ങളെ മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ, കുട്ടികളെ മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. കാരണം അത്രയും കുട്ടികളും കളിക്കാൻ കുറേ പ്ലേ ഗ്രൗണ്ട്സും, പിന്നെ എന്താ പറയുക, ഈ ഏകദേശം 6 മാസം തൊട്ട് 10-12 വയസ്സ് വരെയുള്ള കുട്ടികളുണ്ട്. അതായത് ഇവിടുന്ന് പഠിച്ചു കഴിഞ്ഞാൽ LKG UKG പഠിച്ചു കഴിഞ്ഞ് സ്കൂളുകളിൽ പോയി കഴിയുമ്പോൾ സ്കൂൾ ഉച്ചവരെയല്ലേ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് വീണ്ടും ഇങ്ങോട്ടേക്ക് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു നല്ലൊരു കാലയളവ്, ആ ഒരു ഹോൾ ഫേസ് എന്ന് പറയാം, എനിക്കൊരു മേ ബി ഒരു 4-5 വയസ്സ് തൊട്ട് ഒരു 10-15 വയസ്സ് വരെ അതേ ഗ്രൂപ്പിൻ്റെ കൂടെയാണ് ഞാൻ വളർന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ചൈൽഡ്ഹുഡ് മെമ്മറി ഭയങ്കര സ്ട്രോങ് ആണ് ആക്ച്വലി. ഒരു വളരെ റിച്ച് ആയിട്ടുള്ള ചൈൽഡ്ഹുഡ് ആയിരുന്നു കേട്ടോ. ഇന്നത്തെ എൻ്റെ കുട്ടികൾക്ക് എനിക്കത് സമ്മാനിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ സമ്പന്നമായ ഓർമ്മകളാൽ സമ്പന്നമായ ഒരു ബാല്യകാലം തന്നെയായിരുന്നു എനിക്ക്. മാവിക്കേറിയും പ്ലാവിക്കേറിയും അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ഇൻഫാക്ട് ഇപ്പോൾ നമ്മളിരുന്ന് സംസാരിക്കുന്നത് മനോരമയുടെ ക്യാമ്പസിലാണ്. ഈ മനോരമയിൽ ഇപ്പോൾ ഈ സ്റ്റുഡിയോ നിൽക്കുന്നതിൻ്റെ ബാക്ക് വാളും എൻ്റെ വീടിൻ്റെ മതിലും ഒന്നാണ്. അവിടെയായിരുന്നു ആ സ്കൂൾ, ശാന്തിനികേതൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതിനെ ചുറ്റിപ്പറ്റിയായിരുന്നു ഇത് ഈ പനമ്പിളി നഗറായിരുന്നു എൻ്റെ ലോകം. ഇവിടെ തന്നെയാണ് ഞാൻ സൈക്കിൾ ഓടിക്കാൻ പഠിച്ചതും സ്കൂട്ടർ ഓടിക്കാൻ പഠിച്ചതും കാർ ഓടിക്കാൻ പഠിച്ചതും എല്ലാം. ഇപ്പം നമ്മളുടെ മക്കൾക്ക് ആ ഒരു ബ്യൂട്ടിഫുൾ ചൈൽഡ്ഹുഡ് എന്താണെങ്കിലും കിട്ടത്തില്ല. പ്രത്യേകിച്ച് എല്ലാവരും ബിസി, അതുപോലത്തെ ഒരു സിറ്റുവേഷൻ കിട്ടില്ല. പക്ഷേ ഇതൊന്ന് അവർക്കും അതുപോലത്തെ ഒരു നല്ല ചൈൽഡ്ഹുഡിന് വേണ്ടി എന്താണ് ഈ അമ്മ സ്പെഷ്യലി കണ്ടെത്തിയിരിക്കുന്നത്? അങ്ങനെ എനിക്ക് പാടാന്നേ അതൊക്കെ ചോദിക്കാൻ. കാരണം എനിക്ക് അത് ജനറൽ അപ്രോച്ച് തന്നെ മാറിപ്പോയില്ലേ, ലൈഫിനോടുള്ള അപ്രോച്ച് തന്നെ മാറിപ്പോയിട്ടില്ലേ എല്ലാവർക്കും. സോ ഇപ്പം ഞാൻ എൻജോയ് ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങൾ എൻ്റെ കുട്ടികൾക്ക് അത് ചെയ്യണം എന്ന് പറയുമ്പോഴത്തേക്കും അതൊക്കെ ചെറിയ ചെറിയ എപ്പിസോഡ്സ് ആയിട്ട് ചിലപ്പോൾ വല്ല വെക്കേഷന് പോകുമ്പോഴോ അങ്ങനെയൊക്കെ പറ്റുള്ളൂ. അല്ല ഓൺ എ ഡേ ടു ഡേ ബേസിസ് അങ്ങനെ അറിഞ്ഞൂടാ. പിന്നെ എൻ്റെ പേരൻസ് എന്നെ വളർത്തിയ രീതിയിലല്ല ഞാൻ എൻ്റെ കുട്ടികളെ വളർത്തുന്നത്. ഞാൻ കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ടാണ് വളർത്തുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഞാൻ പറഞ്ഞില്ല, ജനറൽ അപ്രോച്ച് വളരെ ഡിഫറെൻ്റ് ആണ്. പക്ഷേ ഗ്രൗണ്ട് വാല്യൂസ് സെയിം ആക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിപ്പം എൻ്റെ വാല്യൂസാണ് ഞാൻ എൻ്റെ കുട്ടികൾക്ക്
പകർന്നു കൊടുക്കുക. പിന്നെ അവർ തന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ചുറ്റുവട്ടമുള്ള സാഹചര്യങ്ങൾ, അവരുടെ ലൈഫ് എക്സ്പീരിയൻസസ്, അവർ കേൾക്കുന്നതും കാണുന്നതുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അവരുടെ ലൈഫിൽ അവരതിനെ എങ്ങനെ ഉൾക്കൊള്ളുന്നു, ഒരു പേഴ്സണാലിറ്റി എന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു വ്യക്തി എന്ന രീതിയിൽ തന്നെ ഉൾക്കൊണ്ട് അവരുണ്ടാക്കുന്ന ചേഞ്ചസ് ആണല്ലോ പിന്നെ അവരിൽ പ്രതിഫലിക്കുന്നത്. സോ ഗ്രൗണ്ട് കോർ വാല്യൂസൊക്കെ ഓൾമോസ്റ്റ് സിമിലർ ആണ് ഇൻ ടേംസ് ഓഫ് അതെനിക്ക് തോന്നുന്നു ഒരു വീട്ടിലെല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും തോന്നുന്നുണ്ട്. അപ്പം അത് ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഡെഫിനറ്റ്ലി ചേഞ്ചസ് ഇന്നെവിറ്റബിൾ. You can't do anything about it. Accepting the change gracefully is what you can do എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇന്ദ്രയത്തിനെ പറ്റി ചോദിക്കുമ്പോഴത്തേക്കും നിങ്ങളുടെ കല്യാണം നടന്നത് ആ ഒരു പീക്ക് ടൈമിലാണ് അല്ലേ? അതായത് രണ്ടാം ഭാവമൊക്കെ കഴിഞ്ഞ് പൂർണിമ അത്യാവശ്യം എന്താ പറയുക, പ്രത്യേകിച്ച് അതിനകത്ത് ആ പാട്ടും കൂടെ ഒക്കെ വന്നപ്പോഴത്തേക്കും ഓൾമോസ്റ്റ് എല്ലാ ദിവസവും ടി വിയിൽ എല്ലാ വീട്ടുകാരും ഇരുന്ന് കാണുന്നു പൂർണിമേനെ. സോ ഭയങ്കരമായിട്ട് പീക്ക് ലെവലിൽ നിൽക്കുമ്പോഴാണ് നമ്മൾ കല്യാണം കഴിക്കുന്നത്. എവിടെയോ പൂർണിമ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരിക്കലും റിഗ്രറ്റ് ചെയ്യുന്നില്ല എൻ്റെ ലൈഫിൽ ഇതുവരെ നടന്നിട്ടുള്ള ഒന്നിനെ പറ്റി. പക്ഷെ എന്നാലും ഞാൻ ചോദിക്കുക, നമ്മൾ ആ ഒരു പീക്ക് ടൈമിൽ കല്യാണം കഴിച്ചതിന് ശേഷം നമ്മൾ മേ ബി അതിന് ശേഷമായിരിക്കും സിനിമയിൽ നിന്നൊക്കെ മാറി നിന്നിട്ടുണ്ടാവുക. അത് ശരിക്കും വേണമായിരുന്നോ വേണ്ടിയില്ലായിരുന്നോ, എടുത്തത് റോങ് ആയി പോയി എന്നുള്ളൊരു തീരുമാനം, റോങ് ആയി പോയി എന്നുള്ളൊരു തോന്നലുണ്ടായിട്ട്? എനിക്ക് മനസ്സിലായി ആ ചോദ്യത്തിന്റെ പൊരുൾ, എനിക്ക് മനസ്സിലായി. നമ്മളോട് തന്നെ പല കാര്യങ്ങളും, ഇപ്പോൾ ഇത് കല്യാണത്തിന്റെ കാര്യമല്ല, നമ്മൾ തന്നെ നമ്മളോട് പല പ്രാവശ്യവും എല്ലാവരും ഇൻഡിവിജ്വലി ചോദിക്കണം അത് ആ തീരുമാനം എടുത്തില്ലായിരുന്നു, ഞാൻ ഇങ്ങനെയാ ചെയ്തിരുന്നെങ്കിൽ. ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് കുറെ കൂടി ബസ്സിൽ കയറാതെ ഞാൻ മറ്റേ ബസ്സിൽ കയറിയില്ലെങ്കിൽ എന്താകുമായിരുന്നു. മേ ബി അത് കഴിഞ്ഞ് അഭിനയം നിർത്തി വെച്ചതാണോ ആ ഒരു? അല്ല, റിഗ്രറ്റ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു, ഞാൻ when I regret it, I just feel that ഇപ്പോഴത്തെ ഈ ലൈഫിൽ I'm really blessed in a lot of ways. I'm extremely grateful. എനിക്ക് ഭയങ്കര മനസ്സിൽ സന്തോഷമുള്ളൊരു ജീവിതമാണ് ഇപ്പം എനിക്ക് എൻ്റെ കയ്യിലുള്ളത്. സോ അതുകൊണ്ട് തന്നെ ഞാൻ എടുക്കാത്ത ഡെസിഷൻ അല്ലെങ്കിൽ എടുത്തിരുന്നെങ്കിൽ എന്താകുമായിരുന്നു എന്ന് എനിക്ക് അറിയാത്ത ഒരു ഭാവിയെക്കുറിച്ച് ആലോചിച്ച് ഞാൻ ഇപ്പോഴേ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. കാര്യം എനിക്ക് അതിൻ്റെ പൊരുൾ മനസ്സിലാവില്ല. ബട്ട് ഐ അണ്ടർസ്റ്റാൻഡ് ആ ഒരു ഡിസിഷൻ എടുക്കുന്ന സമയത്ത് വളരെ ഒരു ക്രൂഷ്യൽ ഡെസിഷൻ ആയിരുന്നില്ലേ അത് എന്ന് കാണുന്ന ഒരു വ്യക്തിക്ക് തോന്നുമായിരിക്കാം, ഒരു ഔട്ട്സൈഡറിന് തോന്നുമായിരിക്കാം. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ആ സമയത്ത് ഞാൻ ആലോചിച്ചിരുന്നത് ഈ പറയുന്ന പോലെ കല്യാണം കഴിച്ച് സെറ്റിലാവാം എന്ന കാര്യം തന്നെയായിരുന്നു. കാരണം എനിക്ക് അത് കാരണം കരിയറിൽ ഒരു സ്റ്റോപ്പ് ഉണ്ടാവും എന്നൊരു ചിന്ത എൻ്റെയോ ഇന്ദ്രൻ്റെയോ മനസ്സിൽ വന്നിട്ടില്ല. മനസ്സിലാവുണ്ടോ ഞാൻ പറയണത്? അപ്പം ഇത് ഞാനിപ്പോൾ കല്യാണം കഴിക്കുന്നത് കൊണ്ട് എനിക്കിനി അഭിനയിക്കാൻ പറ്റില്ല, അഭിനയിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഇത് അഭിനയിക്കില്ല എന്നൊരു ചിന്ത മനസ്സിലില്ലല്ലോ. അപ്പോൾ പിന്നെ അതൊരിക്കലും ഒരു വിവാഹം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജീവിതത്തിലൊരു ഭാഗമല്ലേ. അതൊരു അത് എപ്പോൾ വേണമെങ്കിലും നടക്കാം, നമുക്ക് ഇഷ്ടമുള്ള പോലെ നടക്കാം, നമുക്ക് നമ്മുടെ ചോയ്സ് പോലെയാണ് അതിൻ്റെ കാര്യങ്ങൾ. അപ്പം എല്ലാം കൊണ്ട് ആ സമയത്ത് ആ കല്യാണം എന്നൊരു ചിന്ത മനസ്സിലുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും പ്രേമിക്കുന്ന രണ്ട് വ്യക്തികളോട് കല്യാണം കഴിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണ്ട എന്ന് എനിക്കിപ്പോൾ ഇന്നത്തെ കാലത്ത് ചിലപ്പോൾ കുട്ടികൾ പറയായിരിക്കും. കാരണം അവർക്ക് അതുകൊണ്ട് ലൈഫ് എക്സ്പോഷർ കുറച്ചുകൂടെ കൂടുതലുണ്ട്. അവർക്ക് എത്തിപ്പെടാൻ പറ്റുന്ന കാര്യങ്ങൾ, ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, അവർക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ദൂരങ്ങളെല്ലാം തന്നെ കുറച്ചുകൂടെ ക്ലിയർ വിഷൻ ബോർഡാണ്. എനിക്ക് അത്രയും ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ വേണം പറയാൻ. കാരണം ഞാൻ കേട്ട് വളർന്നിരുന്നതും അല്ലെങ്കിൽ എനിക്ക് ചുറ്റുമുണ്ടായിരുന്ന എല്ലാവരും തന്നെ പറഞ്ഞിരുന്നത് ഒരു പ്രോപ്പറായിട്ട് ക്രോണോളജിക്കൽ രീതിയിൽ പോകുന്ന കാര്യങ്ങൾ പോകുന്ന പോലെ, ഓക്കെ നല്ല നല്ല കല്യാണം കഴിച്ചു, അങ്ങനെ ഇതൊരു അച്ചീവ്മെന്റ് എന്നുള്ള രീതിയിലാണ് അത് നമ്മളൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചിരുന്നത്. ആ ഒരു ഏജിൽ ഒക്കെ നടക്കണം. അതൊക്കെ സമയത്ത് അത് നടക്കണം, നല്ലതാണെങ്കിൽ ഭയങ്കര അത് നമ്മളെന്തോ ഭയങ്കര വലിയ കാര്യം ചെയ്തെന്നുള്ളൊരു ഇതാണ്. ബട്ട് ഹാവിങ് സെഡ് ദാറ്റ് ഐ എം ഇന്ന് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് തോന്നുന്നു ഞാൻ വന്ന് സംഭവിച്ച എല്ലാ കാര്യം കൊണ്ട് അതിൻ്റെ ഏറ്റവും നല്ലത് എന്തെനിക്ക് രൂപപ്പെടുത്തിയെടുക്കാൻ പറ്റുന്നു എന്നൊരു ശ്രമമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഐ തിങ്ക് ഐ ഹാവ് ട്രാവൽഡ് എ ജേർണി വെൽ ആൻഡ് ഐ എം വെരി ഹാപ്പി ആൻഡ് content in my journey. I am yet very ambitious. I have yet to have too many dreams. അപ്പോൾ അതിൻ്റെ സ്പീഡ് കുറഞ്ഞോ വിവാഹം കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുറഞ്ഞു എന്ന് തന്നെ ഞാൻ പറയുള്ളൂ. ഇല്ല, ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷെ നിന്ന് പോയിട്ടില്ല. പക്ഷെ അതുകൊണ്ടുള്ള ബോണസസും എനിക്ക് വേറെ കുറേ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ആ യാത്രയിൽ എനിക്ക് ഞാൻ വിചാരിക്കാതെ വന്നു ചേർന്ന നേട്ടങ്ങൾ എനിക്ക് ഇഷ്ടം പോലെയുണ്ട്. ഞാനെന്ന വ്യക്തിയുടെ വളർച്ച മാത്രമല്ല, തൊഴിൽപരമായിട്ടും
ഞാൻ ജീവിതത്തെ കാണുന്ന അല്ലെങ്കിൽ തൊഴിലിനെ കാണുന്ന രീതിയിലുണ്ടാവുന്ന അപ്രോച്ചുകളിലുള്ള മാറ്റം, അങ്ങനെ വന്നു ചേർന്നിട്ടുള്ള ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ ഇഷ്ടം പോലെ തന്നെ ഉണ്ട് എടുത്തു നോക്കുമ്പോൾ. ബട്ട് ഇഫ് ഐ ഹാഡ് നോട്ട് ഡൺ ദാറ്റ് ദെൻ ഐ ഡോണ്ട് നോ വെയർ ഐ വുഡ് ഹാവ് ബീൻ നൗ. ബട്ട് ടുഡേ ഐ നോ വെയർ ഐ ആം. സോ അത് മാത്രമാണ് എൻ്റെ കയ്യിലുള്ള ഉത്തരം. ഈ 2 ഉണ്ടായിട്ട് ഇതിൽ ഏത് സെലക്ട് ചെയ്യണം എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ, അത് വളരെ പ്രോപ്പറായിട്ടുള്ള ഒരു ഡിസിഷനാണെന്ന് എടുത്തുല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ പ്രോപ്പർ ആണോ അല്ലയോ എന്നുള്ളത് എനിക്ക് മാത്രമേ അറിയുള്ളൂ. ഇപ്പം ഞാൻ നോക്കുമ്പം ഞാൻ ബിക്കോസ് ദ ലൈഫ് ഐ എം ലിവിങ് റൈറ്റ് നൗ ഐ വിൽ സേ ഇറ്റ് ഇസ് പ്രോപ്പർ. മേ ബി സമൺ എൽസ് വുഡ് സേ നോ, യു ഡോണ്ട് നോ വാട്ട് യു ലോസ്റ്റ്. മനസ്സിലായില്ലേ? അത് വേറൊരാളുടെ പെർസെപ്ഷൻ ആണ്. ബട്ട് ആ ജേർണി നമുക്ക് യാത്ര ചെയ്താലേ അറിയുള്ളൂ. അത് മേ ബി അഭിനയമായിരുന്നുവെങ്കിൽ ഞാനിപ്പോൾ വേറെ ഏതെങ്കിലും ലെവലിലായിരുന്നിരിക്കാം എന്ന് നമുക്ക് ചിന്തിക്കാം. അത് തീർച്ചയായിട്ടും എന്തുകൂടെ അങ്ങനെ ആയിക്കൂടാ. ബിക്കോസ് ഫ്യൂച്ചർ ഇസ് എനിവേ നമുക്കാർക്കും അറിയില്ലല്ലോ. ഇറ്റ് ഇസ് വെരി അൺസർട്ടൺ. യു ഡോണ്ട് നോ വാട്ട് ഇറ്റ് ഇസ്, റൈറ്റ്? അത് നമ്മൾ നല്ലൊരു പോസിറ്റീവ് ഫെയ്ത്തിൽ യാത്ര ചെയ്യല്ലേ നമ്മളെല്ലാവരും. സോ ഐ തിങ്ക് വരുന്നത് പോലെ നമ്മൾ ജീവിക്കുന്ന ലൈഫിൽ ഏറ്റവും ബെസ്റ്റായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്ത് ബെസ്റ്റ് എക്സ്പീരിയൻസസ് നമുക്ക് നേടി അതിൻ്റെ ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രമിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും യു വിൽ ഹാവ് എ ഗുഡ് ലൈഫ്. ബട്ട് ദെൻ അഗൈൻ ദ ക്വസ്റ്റ്യൻ, ഇപ്പോൾ നേരെ തിരിച്ച് ചോദിച്ചോളൂ, ഇപ്പോൾ അങ്ങനെ പോയിരുന്നുവെങ്കിൽ ഞാൻ ചിലപ്പോൾ വേറെ വല്ല ഭാഷയിൽ അഭിനയിച്ചിരുന്നു അല്ലെങ്കിൽ മലയാളത്തിൻ്റെ വേറെ വല്ല സിനിമകൾ ചെയ്യാൻ പറ്റിയിരുന്നുവെങ്കിൽ ഓക്കെ ഫൈൻ. എന്നിരുന്നെങ്കിൽ പിന്നെയും ഉണ്ടല്ലോ ചോദ്യങ്ങൾ. സി ഐ തിങ്ക് നമുക്ക് ആസ് എ പേഴ്സൺ നമുക്ക് കരിയർ മാത്രമല്ലല്ലോ, എനിക്ക് എസ്പെഷ്യലി കേട്ടോ, ഞാൻ ജനറലൈസ് ചെയ്ത് പറയാല, എനിക്ക് എസ്പെഷ്യലി കരിയർ മാത്രമല്ല എൻ്റെ ജീവിതത്തിൽ എനിക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഞാൻ വളരെയധികം ബന്ധങ്ങൾക്ക് വില കൊടുക്കുന്നൊരു വ്യക്തിയാണ്. ആൻഡ് ഐ ത്രൈവ് വിത്ത് ഹ്യൂമൻ റിലേഷൻഷിപ്സ്. ഐ ത്രൈവ് വിത്ത് പീപ്പിൾ ഹു ഐ റിയലി ലവ്. അപ്പോൾ അതെനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ആസ് മച്ച് ആസ് ഐ ത്രൈവ് ഇൻ മൈ പ്രൊഫഷൻ. സോ ഇറ്റ് ഈസ് എ ബാലൻസ്. ആ ബാലൻസ് കീപ്പ് ചെയ്ത് പോവുക എന്നുള്ളത് മാത്രമാണെന്ന് തോന്നുന്നു ഞാൻ ഇത്രയും കാലം ശ്രമിച്ചിട്ടുള്ളത്. ഗോയിങ് ഫോർവേഡ് ഐ തിങ്ക് ചിലപ്പോൾ ഇനിയിപ്പോൾ 10 വർഷം കഴിഞ്ഞ് ഞാനും മഞ്ജു ഇതുപോലെ ഇരുന്ന് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ ഉത്തരങ്ങൾ മാറാം. ബട്ട് ദാറ്റ് ഇസ് ഹൗ ഇറ്റ് ഹാസ് ടു ബി അല്ലേ. പ്രാർത്ഥന ഭയങ്കരമായിട്ട് എനിക്ക് തോന്നുന്നു വളരെ യങ് ഏജിൽ, ഏതാണ്ട് ഈ ഒരു ഏജിലൊക്കെ തന്നെ ഇതിനേക്കാൾ മുമ്പേ പൂർണിമ സിനിമയിലേക്കോ അല്ലെങ്കിൽ ഇതിലേക്ക് വന്നിട്ടുണ്ടെങ്കിലും അന്നത്തെ കാലമല്ല ഇന്ന് ടെക്നോളജിയും ഒക്കെ മാറി, സോഷ്യൽ മീഡിയ ഭയങ്കര ഹൈപ്പിലാണ്. അപ്പം വളരെ ചെറിയ ഏജിൽ തന്നെ ഇത്രയും സ്റ്റാർഡം ഓർ അല്ലെങ്കിൽ ആൾക്കാർ ഒരുപാട് പേര് ഫോളോ ചെയ്യുന്നു, സോഷ്യൽ മീഡിയ ഹാൻഡിൽ ഉണ്ടാവുന്നു. അതെങ്ങനെയാണൊരു ആസ് എ പേരൻറ്റ് എങ്ങനെയായിരുന്നു ആ ഒരു സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്? പിള്ളേരെ കടത്തി വിടാവുന്ന സമയമാണോ ഇല്ലയോ? ഭയങ്കര ഒരു വല്ലാത്ത സ്റ്റേജാണ്, നമ്മൾ ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ഒരു സ്റ്റേജാണ്. സോ എങ്ങനെയായിരുന്നു അത് ഡീൽ ചെയ്തത്? എനിക്കതൊരു വീട്ടിലിപ്പം ഭയങ്കര ഡിഫിക്കൾട്ട് ഡിസിഷൻ തന്നെയായിരുന്നു അത്, ഓണസ്റ്റ്ലി. അതിപ്പം എല്ലാ വീടുകളിലും പോലെ തന്നെയാണ്. എനിക്കൊന്നു ഒരു സാധാരണ പേരൻ്റ് എന്ന രീതിയിൽ നോക്കുമ്പോൾ ഭയങ്കര നമ്മുടെ മുന്നിൽ വളരെ ഇൻസെക്യൂരിറ്റീസ് ഉണ്ടാവും, പേടി ഉണ്ടാവും. ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും, എല്ലാ പേരൻസിൻ്റെയും പ്രധാന വറി അല്ലെങ്കിൽ പ്രധാന സംഭവം എന്ന് പറയുന്നത് സേഫ്റ്റിയാണ്, കുട്ടികളുടെ സേഫ്റ്റിയാണ്, അവരുടെ മാനസികമായിട്ടുള്ള ശാരീരികമായിട്ടുള്ള സേഫ്റ്റിയാണ് എല്ലാ പേരൻസിനും ഇമ്പോർട്ടൻ്റ് അല്ലേ. അതെ, അത് തന്നെ ഉണ്ടായിരുന്നുള്ളൂ എനിക്കും. പക്ഷേ അതിൻ്റെ അകത്തുള്ളൊരു അപ്രോച്ച് എന്ന് പറയുന്നത് ഇപ്പം ഇതിൽ നിന്നൊരു തിരിച്ചോട്ടം ഇല്ല, ഇതിൽ നിന്നൊരു ഒളിച്ചോട്ടം ഇല്ല അല്ലേ. ഇനിയിപ്പോൾ മുന്നോട്ട് പോകുമ്പോൾ ടെക്നോളജി കൂടി വരികയേ ഉള്ളൂ. അപ്പോൾ ഇതിനെ റെസ്പോൺസിബിളി ഹാൻഡിൽ ചെയ്യാൻ പഠിക്കുക എന്നത് മാത്രമേ കുട്ടികൾ മാത്രമല്ല നമ്മളും ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് ഈ പറഞ്ഞ പോലെ ആസ് പേരൻസ് ഇവരെ ഗൈഡ് ചെയ്യാനേ പറ്റുള്ളൂ. പിന്നെ കുട്ടികളല്ലേ ചെറിയ തെറ്റുകൾ എല്ലാവരും ചെയ്യും, നമ്മളും ചെയ്യണ്ടല്ലോ. വലിയവരാണെങ്കിൽ നമ്മൾ പോലും വലിയ വലിയ തെറ്റുകൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഐ തിങ്ക് ആ തെറ്റുകളിൽ നിന്നും നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി, നമ്മുടെ തെറ്റ് മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് ഇത് ശരിയല്ല, ഇതെനിക്ക് ശരിയല്ല, ഇത് എന്നെ സേഫായിട്ട് വെക്കില്ല, എൻ്റെ സേഫ്റ്റിയാണ് എൻ്റെ പ്രയോറിറ്റി എന്ന് കോൺസ്റ്റൻ്റ്ലി അവർക്ക് മനസ്സിൽ ഒരു അലാം പോലെ ക്ലിക്ക് ചെയ്താൽ എനിക്കൊന്ന് ഏതൊരു കുട്ടിക്കും അത് ആ ഒരു ജേർണി ഈസിയാണ്. ബട്ട് ഹാവിങ് സെഡ് ഓൾ ദാറ്റ് ഒരു റിസ്ക് എടുക്കാൻ പറ്റുന്ന, അങ്ങനെ ഒരു ബെനിഫിറ്റ് ഓഫ് ദ ഡൗട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനും അല്ല ഇന്നത്തെ കാലത്ത്, എസ്പെഷ്യലി പോസ്റ്റ് കോവിഡ്. കാരണം അത് വളരെയധികം ഓൺലൈൻ ക്രൈംസും ഓൺലൈൻ ഗ്രൂമിങ്ങും അറിഞ്ഞോ അറിയാതെയോ ഈ കോവിഡ് കാലഘട്ടത്തോടു കൂടി തന്നെയാണ് ഈ സ്ക്രീൻ ടൈം വളരെ കുറച്ച് വെച്ചിരുന്നവർക്കൊക്കെ പിന്നെ അതിലൊരു കൺട്രോൾ ഇല്ലാതെയായി. അതുപോലെ തന്നെ കുട്ടികൾക്ക് തന്നെ പല പല മേഖലയിലോട്ട് ആക്സസ്സുകൾ വന്നു തുടങ്ങി. അപ്പോൾ ഇത് നമ്മൾ എന്തുമാത്രം ഇവരെ റെസ്പോൺസിബിളി ഇത് ഹാൻഡിൽ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നാൽ പോലും വളരെ
ക്രൂഷ്യൽ ആയിട്ടുള്ളൊരു ഡിസിഷനാണ് ഇത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ഡിജിറ്റൽ ലോകത്തെ പാരന്റിങ് എനിക്കൊന്ന് നേരത്തെ പാരന്റിങ്ങിനും ഭയങ്കര ഡിഫറെന്റ് ആണ്, ടഫാണ്, ഡിഫിക്കൽട്ടാണ്, ചാലഞ്ചിങ് ആണ്. ആർക്കും എക്സ്പീരിയൻസ് കൊണ്ട് ഉപദേശിക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ ഫുൾ ടൈം ഇൻ ടേംസ് ഓഫ് ഫിസിക്കലി, ഇമോഷണലി, സ്പിരിച്വലി എല്ലാം ഇൻവെസ്റ്റഡ് ആയിരിക്കണം ഇവരുടെ അടുത്ത്, യുനോ. ആൻഡ് ഐ തിങ്ക് അത് ഇറ്റ് ഈസ് നോട്ട് ഈസി ബിക്കോസ് വി ആർ ഓൾസോ ലേണിംഗ്. നമുക്കും പുതിയ കാര്യമല്ലേ ഇതെല്ലാം. സോ ഐ ജസ്റ്റ് തിങ്ക് ദറ്റ് ഇത് ഒരു ഓപ്പൺ സ്പേസ് ആയിട്ട് വീട്ടിൽ എല്ലാത്തിനെയും കുറിച്ച് തിരിച്ചറിയാൻ, സംസാരിക്കാനുള്ളൊരു കംഫർട്ടബിൾ ഓപ്പൺ എൻവയൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക, നോട്ട് ജസ്റ്റ് വിത്തിൻ ദി ഹോംസ്, സ്കൂളുകളിലും അതുപോലെ തന്നെ. പിന്നെ രണ്ടാമത്തെ കാര്യം കോൺസ്റ്റൻറ്റ് അവെയർനെസ് കൊടുക്കുക. അതായത് ഇതെൻ്റെ കുട്ടിക്ക് കേടാണ്, ഇതെൻ്റെ കുട്ടി അറിയണ്ട എന്ന് പറയുന്നതിന് ആ ഒരു അപ്രോച്ചിനോട് ഞാൻ ഒരിക്കലും തെറ്റ് പറയില്ല. അത് ആ പേരൻസിനെ സംബന്ധിച്ചിടത്തോളം ശരിയായിട്ടുള്ള അപ്രോച്ചാണ്. നേരെ മറിച്ച് ദർ ഈസ് ഓൾസോ അനദർ അപ്രോച്ച് വേർ ഇതിങ്ങനെ വന്നാൽ ഇതിങ്ങനെയൊക്കെ സംഭവിക്കും, ഇത് നമ്മുടെ കൂട്ടത്തിലൊരു കുട്ടിക്ക് സംഭവിച്ചിട്ടുള്ള കാര്യമാണ്, സോ ഇത് പ്രശ്നമാണ്, നമ്മളിത് കെയർഫുൾ ആയിരിക്കണം എന്ന് പറയുന്ന ഒരു നോളജും ഇൻഫർമേഷനും ആ കുട്ടിക്ക് പാസ് ചെയ്ത് കൊടുക്കാതിരിക്കുക എന്ന് പറയുന്നത് എനിക്ക് ശരിയാണെന്ന് തോന്നുന്നില്ല. സോ അവെയർനെസ് കോൺസ്റ്റൻ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുക, സേഫ് സ്പേസ് ആണോ ഇത് എന്ന് ഉറപ്പ് വരുത്താൻ ആദ്യത്തെ ഈ പറഞ്ഞ റെസ്പോൺസിബിലിറ്റി കുട്ടിയുടെ തന്നെയാണെന്ന് ആ കുട്ടിയെ മനസ്സിലാക്കിപ്പിച്ച് കൊടുക്കുക. അതിനുള്ള സപ്പോർട്ടിങ് ടൂൾസ് ആയിട്ട് മാത്രമാണ് പേരൻസിനും സ്കൂൾസിനും ആസ് സൊസൈറ്റി വി ക്യാൻ ബി ദെയർ വിത്ത് ദെം. ബട്ട് അതുവരെ അവിടെ എത്തിക്കുന്നത് എനിക്ക് തോന്നുന്നു ഇറ്റ്സ് എ ടാസ്ക്. മക്കള് നമ്മുടെ പഴയ പടങ്ങളൊക്കെ, അച്ഛൻ്റെയും അമ്മയുടെയും പഴയ പടങ്ങളൊക്കെ കണ്ടിട്ട് പുളകിതരാവാറുണ്ടോ, അതോ അതൊരു ക്രൂരമായ ചോദ്യമാണോ? ഞാൻ പെട്ടെന്ന് അത് വിഷ്വലൈസ് ചെയ്തു. പുളകിതരാവുന്നത് അതോ ഇന്നത്തെ ജനറേഷൻ ഒരു ഇതുണ്ടല്ലോ, അതായത് പഴയതൊക്കെ യു ക്രിഞ്ച് ആ ഒരു പേരിലാണല്ലോ ഇപ്പൊ അറിയപ്പെടുന്നത്. അപ്പൊ അങ്ങനെയാണോ? ഏതാണ് വികാരം? ഇപ്പത്തെ ഈ റീൽസ് ഒക്കെ ഉള്ളത് കൊണ്ടെല്ലാം പഴയ സോങ്സ് എല്ലാം കുട്ടികൾക്ക് പുതിയ വേർഷൻ ആയിട്ടല്ലേ അവരത് അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത്, അവരത് മനസ്സിലാക്കുന്ന തന്നെ പുതിയ വേർഷനിലൂടെ. പഴയ സോങ് ആണെന്ന് പോലും അവർക്ക് അറിയില്ല. പുതിയതായിട്ട് ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ളൊരു പാട്ട് സ്വാഭാവികമായിട്ട് നല്ല സംഗീതം ആയതുകൊണ്ട് അവർക്കും അത് ഇഷ്ടം. ബിക്കോസ് അതാണല്ലോ സംഗീതത്തിന്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യം. എത്ര കാലങ്ങൾ കഴിഞ്ഞാലും ജീവിക്കും. അത് ഇങ്ങനെ ജീവിക്കും. അപ്പം അവർ പക്ഷെ ഇത് പുതിയ പാട്ടാന്നുള്ള രീതിയിലാണ്. അമ്മയ്ക്ക് ഈ പാട്ടൊക്കെ അറിയോ? ബട്ട് അത് എനിക്ക് തോന്നുന്നു ഈ എൻ്റെ അങ്ങനെ അധികം അവര് സിനിമകളൊന്നും കണ്ടിട്ടില്ല. ഇപ്പം വലിയേട്ടൻ വലിയ സ്ക്രീനിൽ ഇറങ്ങുന്നുണ്ടെന്ന് പറയുന്നത്. അപ്പൊ ഞാൻ എന്തായാലും കൊണ്ടേ കാണിക്കും, എന്തായാലും തീർച്ചയായിട്ടും കൊണ്ടേ കാണിക്കും. രണ്ടാം ഭാഗം ബിറ്റ്സ് ആൻഡ് പീസസ് ആയിട്ട് അവർ കണ്ടിട്ടുണ്ട്. പാട്ട് തീർച്ചയായിട്ടും അത് കേട്ടിട്ടുണ്ട്, അവർ കണ്ടിട്ടുണ്ട്, പാട്ട് കണ്ടിട്ടുണ്ട്. അപ്പൊ പറയും അമ്മ അമ്മ ആണോ? ഇപ്പോഴും ഞാൻ പാത്തുവിനോട് ചോദിക്കാറുണ്ട് ആ പാട്ടൊന്ന് പാടാൻ ശ്രമിക്കാവോ, ഭയങ്കര ഡിഫിക്കൽട്ടാന്നാ പറയണേ പാട്ട്. ബട്ട് ലെറ്റ്സ് സീ. ഓക്കെ. ഇന്ദ്രജിത്തിൻ്റെയോ? ഇന്ദ്രജിത്തിന്റെ സിനിമകള് ചെറുപ്പത്തിലെ കുഞ്ഞുങ്ങൾക്ക് കണ്ടു വളരെയല്ലേ. കാരണം അച്ഛന്റെ സിനിമ ആ കുട്ടികൾ പ്രായത്തിൽ കണ്ടിട്ടുണ്ട്, അവർ കാണണ്ടല്ലോ. അച്ഛനെ കാണുന്നുണ്ട്, വീട്ടിൽ വരുന്ന കൂട്ടുകാരെയൊക്കെ എല്ലാരും പരിചയമുള്ള എല്ലാരും സിനിമയിലാന്നാ വിചാരം. ബട്ട് അത് കുട്ടികള് ഇന്ദ്രനെ സംബന്ധിച്ചിടത്തോളം മക്കള് അവരെ സ്ക്രീനിൽ കാണുന്നുണ്ടല്ലോ, ഇന്ദ്രനെ കാണുന്നുണ്ടല്ലോ സ്ക്രീനിൽ. അപ്പൊ അത് അവർക്കൊരു പുതുമയുള്ള കാര്യമല്ല. കുറച്ചൊരു തിരിച്ചറിവൊക്കെ വരുന്ന സമയത്താണ് അമ്മ അതുപോലെ അമ്മ കുറച്ച് പടങ്ങളൊക്കെ അഭിനയിച്ചിട്ടുണ്ട് ഇതിന് മുന്നേ എന്നൊക്കെ അവർ മനസ്സിലാക്കുകയും, പക്ഷെ ഭയങ്കര റെസ്പെക്ട്ഫുള്ളാണ് ആ ഒരു അക്സെപ്റ്റൻസും. അത് സന്തോഷമുള്ളൊരു കാര്യം. അത് ആലോചിക്കുമ്പോൾ അത് ഭയങ്കര ഗ്രേസ്ഫുള്ളി അവർ റെസ്പെക്ട് ചെയ്യുന്നു ആ കാര്യം. ഇപ്പോഴാണെങ്കിലും ഞാൻ അഭിനയിക്കാൻ പോകുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും എൻ്റെ അടുത്ത് ചോദിക്കും എടുത്ത്. അവരുടെ ഭയങ്കര കോമഡി, ഇന്ദ്രന്റെ കോമിക്കൽ ഫിലിംസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ക്ലാസ്മേറ്റ്സിനേലും അമർ അക്ബർ ആന്റണി, ത്രീ കിങ്സ്. അമർ അക്ബർ ആന്റണി ആണ് ഏറ്റവും കൂടുതൽ മീംസ് ആയിട്ട് ഇടയ്ക്കിടയ്ക്ക്. ഞങ്ങളുടെ വീട്ടിൽ പിസ്സ ഓർഡർ ചെയ്ത് ലേറ്റ് ആകുമ്പോൾ ഞങ്ങളെല്ലാവരും ഇന്ദ്രൻ ഇങ്ങനെ നോക്കും. ഡെലിവറി ബോയ് ആ സിനിമയില് ഇന്ദ്രൻ ചെയ്ത കഥാപാത്രത്തെ പോലെ ആണെന്ന് പറഞ്ഞിട്ട്. ബട്ട് എനിവേ അവർക്കത് കണ്ട് ശീലമുണ്ട്. ഇപ്പോൾ ആണ് ഞാൻ അഭിനയിക്കുമ്പോൾ അവർക്ക് കാണുന്നുണ്ട്. തുറമുഖം കണ്ട് ഭയങ്കര മൂത്താള് ഭയങ്കര വിഷമമായിരുന്നു, കാണാൻ വയ്യ അമ്മേനെ അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട്. അവർക്ക് പ്ലാൻ ഉണ്ടോ അറിയില്ല, ഇതുവരെ സംസാരിച്ചിട്ടില്ല. കാരണം എനിവേ നക്ഷത്ര ഓൾറെഡി ഒരു ചെറിയ ഇതിൽ വന്നിട്ടുണ്ട്. നക്ഷത്ര 2 ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി 2 ഫെസ്റ്റിവൽ സർക്കിളിലെ ഷോർട്ട് ഫിലിംസ് ആണ്, 2 അവാർഡ് കിട്ടിയിട്ടുള്ള ഷോർട്ട് ഫിലിംസ് ആണ്. ഓക്കെ.
അത് വന്ന് സംഭവിക്കുക ചെയ്തത്. ഒന്ന് പോപ്പി എന്ന് പറഞ്ഞിട്ട് മോൾക്ക് ഒരു 6 വയസ്സുള്ള സമയത്ത് ചെയ്തതാ. 6 7 വിക്കുള്ളൊരു കുട്ടിയായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് പ്ലോട്ടാണ്. അതൊരു 6 വയസ്സും 60 വയസ്സും നമ്മളുള്ള 2 പേരുടെ ഫ്രണ്ട്ഷിപ്പാണ് കഥ. ഓക്കെ. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് ലലന സോങ് എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫിലിം ചെയ്തിരുന്നു. അത് ഇൻ്റർനാഷണൽ ഫിലിം സർക്കിളിന് വേണ്ടി ചെയ്തതാണ്. ഓക്കെ. മേഘ രാമസ്വാമി ആണ് അത് സംവിധായകം ചെയ്തത്. ലലനയായിട്ടാണ് മോൾ അഭിനയിച്ചത്. അതിനകത്ത് ടൈറ്റിൽ സോങ് മോളാണ് പാടിയിരിക്കുന്നത്. സോ അതും ഈ പറഞ്ഞ പോലെ വന്ന് സംഭവിച്ചു. അത് ഒരു 11-12 വയസ്സ് വന്നതാ. ഓക്കെ. അതും ഈ ഭയങ്കര ഫെസ്റ്റിവൽ സർക്കിളിലൊക്കെ ഭയങ്കര അപ്രീഷിയേറ്റ്. അപ്പോൾ ആൾക്ക് ഭയങ്കര കുട്ടികൾക്ക് ആ പ്രായത്തിൽ അറിയില്ലല്ലോ അവർ ചെയ്യുന്ന കാര്യങ്ങൾ. അതാത് ദിവസം അത് ചെയ്യുന്ന കാര്യം എൻജോയ് ചെയ്ത് ചെയ്യുന്നവരല്ലേ അവരെല്ലാവരും. കണ്ട് ഞാൻ എന്തിലാണ് ചെന്ന് ഏർപ്പെടുന്നത്, ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്താണ്, ഇതൊന്നും അവർ മനസ്സിലാക്കിയിട്ടല്ലല്ലോ ചെയ്യുന്നത്. ദേ എൻജോയ്. ആഫ്റ്റർ ലൈഫാണ് എളുപ്പം. എൻജോയ് ദ മൊമെൻറ്റ്, ലിവ് ഇൻ ദ മൊമെൻ്റ് ആണ് ഫുൾ. പിന്നെ കുറച്ച് അത് ഈ പറഞ്ഞ പോലെ നമുക്ക് നോക്കുമ്പോൾ അയ്യോ നല്ല കാര്യം, ആസ് എൻ ആർട്ടിസ്റ്റ് നമ്മൾ നോക്കുമ്പോൾ അത് നല്ല പ്രോജക്ട്സിൻ്റെ ഭാഗമാകാൻ പറ്റിയല്ലോ കുട്ടിക്ക് എന്ന് ആലോചിക്കുമ്പോൾ ഒരു സന്തോഷമുള്ള കാര്യമാണ്.